എന്താ എനിക്ക് സംഭവിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നെഞ്ചിലൊരു ടൈറ്റ്നസ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടോ? അതോ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ലേ? ഈ മൊത്തത്തിൽ കൺട്രോൾ പോകുന്ന പോലെ തോന്നുന്നു. ആങ്സൈറ്റി അറ്റാക്സ് നമ്മൾ വിചാരിക്കുന്ന അത്ര ഡേഞ്ചറസ് അല്ല. പക്ഷെ അത് പലപ്പോഴും ലൈഫ് ത്രെട്ടനിങ് ആയി ഫീൽ ചെയ്തേക്കാം. പലപ്പോഴും ഒരു നോൺ ത്രെട്ടനിങ് സിറ്റുവേഷനെ ബ്രെയിൻ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് ത്രെട്ടായി കാണുമ്പോഴാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഇവോക്ക് ആവുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ബോഡി അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ റിലീസ് ചെയ്യും. അങ്ങനെ ബോഡി കുറച്ച് ഇൻറ്റൻസ് ആയ ഒരു സർവൈവൽ മോഡിലേക്ക് പോകും. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ആങ്സൈറ്റി. ഇങ്ങനെയൊക്കെ തോന്നി തുടങ്ങുമ്പോൾ നമ്മളെ കാം ചെയ്യാൻ വേണ്ടി, ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കിയാലോ. സ്റ്റെപ്പ് 1, നമ്മൾ ഈ ഒരു 4 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, 4 സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് കൊണ്ട് റിലീസ് ചെയ്യുക, പിന്നെ 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇതൊരു 3-4 തവണ റിപ്പീറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന 5 കാര്യങ്ങളെ നെയിം ചെയ്യുക. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളെ നെയിം ചെയ്യുക. അതിനൊപ്പം തന്നെ കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളെ നെയിം ചെയ്യുക. നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളെ നെയിം ചെയ്യുക. ഒപ്പം തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നെയിം ചെയ്യുക. സ്റ്റെപ്പ് 3, നമ്മൾ പയ്യെ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മളുടെ കാല് ടച്ച് ചെയ്യുന്ന സർഫസ് ഒക്കെ ഫീൽ ചെയ്ത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്തിട്ട് യു ആർ ഹിയർ, യു ആർ സേഫ് എന്ന് നമ്മളോട് തന്നെ പറഞ്ഞു നോക്കുക. ഇതൊക്കെ വെറുതെ ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നങ്ങളെ തള്ളിക്കളയുകയും ഐസൊലേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഫീലിങ്സ് ഫൈറ്റ് ചെയ്ത് സപ്രസ് ചെയ്യാതിരിക്കുക. അതിനെ അക്നോളജ് ചെയ്യുക. സിറ്റ് വിത്ത് ഇറ്റ്. ഇവഞ്ച്വലി അത് കുറയുന്നതായും ഇല്ലാണ്ടാവുന്നതായും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇറ്റ് വിൽ പാസ്. ഇതും കടന്നു പോകും. എപ്പോഴും ഓർക്കുക, നിങ്ങൾ വീക്കല്ല, നിങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇതിനെ ഫേസ് ചെയ്യുന്നത്. ആ ആങ്ഷ്യസ് ഫേസിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെന്റിൽ ഓൺ യുവർ സെൽഫ്. റെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക, ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാനും ശ്രമിക്കുക. ഹാൻഡിൽ ചെയ്യുന്നത് ഒരു കാര്യം, മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഡെയിലി ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക, സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, തുറന്ന് സംസാരിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഉണ്ടാക്കും. ആങ്സൈറ്റി ഒരു ഇവല്യൂഷണറി റെസ്പോൺസ് ആണ്. പക്ഷേ അതുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ കൺസ്യൂം ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സമ്മതിക്കേണ്ട കാര്യമില്ല. ഞാനും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇടയ്ക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ എനിക്കറിയാം എങ്ങനെ ഇത് മാനേജ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്കും അറിയാം. സോ ഈ വീഡിയോ ആവശ്യമെങ്കിൽ വീണ്ടും കാണുക, സേവ് ചെയ്യുക, ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക.